നിങ്ങളുടെ മകൾക്കൊരു രോഗമുണ്ട് എന്നതിൻ്റെ പേരിൽ ആ രോഗം വിവാഹം കഴിപ്പിച്ചാൽ മാറും എന്ന് ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ആ പെൺകുട്ടിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമുണ്ട്? തിരിച്ചും അങ്ങനെ തന്നെ. എനിക്കൊരു അസുഖമുണ്ട്, എനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണുമായുള്ള ദാമ്പത്യ ജീവിതത്തിന് എനിക്ക് കഴിവില്ല, എനിക്ക് അത്തരത്തിലുള്ള ചിന്താഗതി ഉള്ളൊരു മനുഷ്യനല്ല, ചുറ്റുവട്ടത്തുള്ള ആളുകളും കുടുംബക്കാരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ ഒരിക്കലും പരീക്ഷിക്കരുത്. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാർ. ഇതിനേക്കാളൊക്കെ അതിഭീകരമായ സംഭവമാണ് പെൺകുട്ടിക്ക് പ്രേമം ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ വേഗം വിവാഹം കഴിപ്പിക്കുക. ഈ പെൺകുട്ടി മനസ്സിൽ ആ ഒരു പുരുഷനെ വെച്ചുകൊണ്ടാണ് മറ്റൊരുത്തന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒന്നോ രണ്ടോ കേസല്ല, ആയിരക്കണക്കിന് അത്തരം കേസുകളുണ്ട്. അതിന്റെ പേരിൽ ഇരയാക്കപ്പെട്ട മനുഷ്യർ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ടല്ലോ, അവർ പിന്നീട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മറക്കുമെന്ന് പറയുന്നത് പോലെ പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാരുടെ ജീവിതം പോഞ്ഞാട്ടാക്കി കളഞ്ഞു. അതുകൊണ്ട് പറയാനുള്ളത്, മക്കൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് വേണം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ. എന്നാൽ പോലും അവരോടൊന്ന് പറഞ്ഞേക്കണം, ഒരു നിമിഷം ഇന്ന പോലെ രോഗമുണ്ടായിരുന്നു, അവൾ മെഡിസിൻ കഴിക്കുന്നതാണെന്നൊക്കെ. എന്തിനാണ് ഈ പാവങ്ങളുടെ ജീവിതം കഴിയുന്നത്? വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈക്ക് ഒരു 4-5 മാസം കഴിയുമ്പം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ മാറുന്ന പോലല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു പെണ്ണിനെ കാത്തിരിക്കുകയാണ്, വലിയ പ്രതീക്ഷയോടുകൂടി ഒരു പുരുഷനെ കാത്തിരിക്കുകയാണ്. അപ്പൊ രണ്ടാളുടെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മുൻനിർത്തിയിട്ട് വേണം വിവാഹം ഉറപ്പിക്കാൻ. ഒളിപ്പിച്ചും പാത്തും വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാളുടെയും ജീവിതം നമ്മൾ തകർക്കരുത്. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഗൗരവരമായൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ചില പുരുഷന്മാർക്ക് സ്ത്രീകളോട് യാതൊരുവിധ താല്പര്യമില്ലാത്തവരാണ്. അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. എന്നിട്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ നിർജീവാവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ച് അവരെന്തെങ്കിലും വീട്ടിൽ ചെന്നിട്ടൊരു പരാതി പറഞ്ഞു, ഇന്നപോലെ അദ്ദേഹം ഞാനുമായിട്ട് ഒരു അടുപ്പമില്ല, എന്തോ 2 ജീവിതങ്ങൾ ഒരു മുറിക്കുള്ളിൽ എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ സ്നേഹവും കരുണയും ഞാനുമായുള്ള ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വീട്ടുകാർ പറയുന്നു നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ആരോടും പറയരുത്. അതുകൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ തിരിച്ചാ പുരുഷൻ എന്ത് ചെയ്യണം? കാലാകാലം ഇതൊക്കെ അനുഭവിച്ച് എല്ലാവരും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ സന്തോഷം ജീവിക്കുമ്പം, അവന്റെ അയൽവക്കത്തുള്ള അവന്റെ കൂട്ടുകാരെല്ലാം നല്ല ദാമ്പത്യ ജീവിതം നയിക്കുമ്പം ഇവനിങ്ങനെ ശ്മശാനമൂഖമായ ഒരു ജീവൻ നയിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ കുടുംബപ്പേര്, നിങ്ങളുടെ സൽപ്പേരൊക്കെ നിലനിർത്താൻ വേണ്ടി എന്നെ നിങ്ങൾ ബലിയാടാക്കരുത്. അത് ഒരു പെണ്ണിനെ നിങ്ങൾ ബലിയാടാക്കരുത്. ഞാനെന്ന പുരുഷനെ നിങ്ങൾ ബലിയാടാക്കരുത്. നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ അന്തസ്സും ഒക്കെ നിങ്ങളുടെ കൈവച്ചേക്കുക. അതിന് എന്നെ ബലിയാടാക്കരുത്. എനിക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ, പിന്നെ മരണാനന്തരമാണ്. അപ്പൊ ഭൂമിയിലുള്ളൊരു ജീവിതം എനിക്ക് മാന്യമായി സന്തോഷത്തോടു കൂടി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ നിങ്ങൾ തകർക്കരുത്. ഇതെല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഒരാളുടെ പോരായ്മ പറയാൻ ഇസ്ലാം അനുവദിച്ച സ്ഥലം വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. എന്ത് പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരാളുടെ കുറവ് പറയാൻ പാടില്ലെന്നല്ലേ, പക്ഷെ വിവാഹ ജീവിതത്തിൽ പെണ്ണിന്റെ ആണെങ്കിലും പുരുഷന്റെ ആണെങ്കിലും കുറവ് പറഞ്ഞിരിക്കണമെന്നാണ്. അത് അനിവാര്യമാണെന്ന് ഇസ്ലാം പറയുന്നു. പടച്ചവൻ നമ്മുടെയൊക്കെ ജീവിതം ധന്യമാക്കട്ടെ, റാഹത്താക്കട്ടെ.